Hi friends, Assalamu alaikum. ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് കടുക്ക ബിരിയാണിന്റെ റെസിപ്പിയുമായിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കാന്ന് നമുക്ക് നോക്കാം. ആദ്യം ഞാനിതാ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള കടുക്കയാണിത്. ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് വെക്കാം. ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കടുക്ക ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ആ ഒരു സമയം നമുക്ക് സവാളയൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ ഇതൊരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നെയ്യ് ഒഴിച്ച് ചൂടാക്കുകയാണ്. ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചിട്ടാണ് ഞാൻ ചൂടാക്കുന്നത്. ഇത് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ സവാള നന്നായിട്ട് തന്നെ ഫ്രൈ ആയി വരണം. അപ്പോൾ സവാള ഏകദേശം ഫ്രൈ ആയി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഉണക്കമുന്തിരിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പൊ അതാ അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും പിന്നെ സവാളയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് ഇനി മാറ്റി വെക്കാം. ഈ എണ്ണയിൽ നിന്ന് നമുക്ക് ഇതെല്ലാം കോരി മാറ്റാം. ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കടുക്ക ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അതിനായിട്ട് ഞാനൊരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ കടുക്ക ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം.
അപ്പോൾ അതാ കടുക്കയൊക്കെ നന്നായിട്ട് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി ആ കടുക്ക ഫ്രൈ ചെയ്ത ആ പാത്രത്തിൽ തന്നെയാണ് നമ്മൾ സവാള വഴറ്റിയെടുക്കുന്നത്. അതിലേക്ക് ഞാൻ നേരത്തെ സവാള ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഓയിൽ കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഒരു 3 മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള സവാള ഞാൻ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്, അത് ആഡ് ചെയ്ത് കൊടുക്കാം. സവാള പെട്ടെന്ന് സോട്ടായി വരാൻ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. സവാള സോട്ട് ചെയ്യുന്ന ആ സമയം നമുക്ക് അരി വേവിക്കാൻ വേണ്ടി വെക്കണം. അതിനായിട്ട് ഞാനിത് അവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ ഉണ്ടാക്കുന്നത് നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടല്ല, നമ്മൾ വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്തിട്ടാണ് റൈസ് കുക്ക് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് തന്നെ കുറച്ച് കൂടുതൽ തന്നെ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് പട്ട, ഏലക്കായ, ഗ്രാമ്പു, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വെക്കാം. ഇപ്പൊ അതാ വെള്ളം തിളയ്ക്കുന്നുണ്ട്, നന്നായിട്ട് തന്നെ വെള്ളം തിളയ്ക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന നെയ്ച്ചോറിന്റെ ബിരിയാണിന്റെ അരി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അത് കുക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. ആ ഒരു സമയമായപ്പോഴേക്കും നമ്മുടെ സവാള നന്നായിട്ട് തന്നെ സോട്ടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് സോട്ടായി വരണം. ഇപ്പൊ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഒന്ന് സോട്ടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 3 ചെറിയ തക്കാളിയാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ സോട്ട് ചെയ്തെടുക്കണം. ഇപ്പൊ തക്കാളിയൊക്കെ ഏകദേശം സോട്ടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ്, അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം.
ഇനി അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നല്ല തൈരാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കടുക്കയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഒരു ടീസ്പൂൺ ചെറുനാരങ്ങന്റെ നീര്, ഇനി ഇതൊരു 2 മിനിറ്റ് ഇങ്ങനെ കുക്ക് ചെയ്യാൻ മതി. അപ്പോഴേക്കും ആ കടുക്കയിലേക്ക് ആ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാകും. മസാല റെഡി ആയപ്പോഴേക്കും നമ്മുടെ റൈസൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ആ വെള്ളത്തിൽ നിന്ന് നമുക്ക് ആ റൈസൊക്കെ ഒന്ന് ഊറ്റിയെടുക്കാം. ഇപ്പോ റൈസൊക്കെ ഞാൻ ഊറ്റി മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മള് ബിരിയാണി ദം ചെയ്യുന്ന ആ പാത്രത്തിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മസാല, കടുക്കന്റെ ആ മസാല ഏറ്റവും ബോട്ടം ലെയർ ആയിട്ട് ഇട്ട് കൊടുക്കാം. നല്ല ഈവൻ ആയിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിന്റെ മുകളിലേക്കായിട്ട് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് ഒന്ന് ലെവലാക്കിയതിന് ശേഷം അതിന്റെ മുകളിലേക്കായിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഒക്കെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, ഒരു ടീസ്പൂൺ നെയ്യ്, ഇതെല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അടുത്ത ലെയർ ചോറും കൂടെ ഇതിന്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന സവാള, അണ്ടിപ്പരിപ്പും മുന്തിരിയും പിന്നെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പുതിനയിലും മല്ലിയിലയൊക്കെ ഇട്ടിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് ദം ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം സെർവ് ചെയ്യാം.
അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡിഷായിട്ടുള്ള കടുക്ക ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നല്ല ഈസി വേയിൽ നമുക്ക് എങ്ങനെയാണ് കടുക്ക ബിരിയാണി ഉണ്ടാക്കാമെന്നാണ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങളൊക്കെ എന്നെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.